ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഞാൻ കഴിഞ്ഞ റീസെന്റ് ആയിട്ടിട്ട് ലോങ് വീഡിയോയുടെ താഴെ ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, താത്ത സീക്രട്ട് ടെല്ലിംഗ് ചാലഞ്ച് ചെയ്യുമെന്ന് വെച്ചിട്ട്. അതിനെന്താ മുത്തേ, നമുക്ക് ചെയ്യാലോ. പക്ഷെ അങ്ങനെ പറയാൻ മാത്രം സീക്രട്ടുകളൊന്നും എനിക്കില്ല, അതാണ് പ്രശ്നം. ഏതായാലും ചാലഞ്ച് ആകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാളും പറയാൻ ഒരാൾ, അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത്. അപ്പോഴല്ലേ അതൊരു ചാലഞ്ച് ആവുള്ളൂ. അപ്പൊ നോക്കുമ്പോ ഇവിടെ എല്ലാവരും സ്കൂളിൽ പോയിക്കാണ്, ആരുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അതിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ചോദിക്കണ ചോദ്യങ്ങൾക്ക് ആൻസർ പറയാന്ന്. പക്ഷെ എങ്ങനെയായാലും അതൊക്കെ ഇട്ട് നിങ്ങൾ അതിന് ചോദ്യമൊക്കെ ചോദിച്ച് ഞാനത് അതിന് വരുമ്പോ ഒരു 3-4 ദിവസമൊക്കെ എടുക്കും. അപ്പൊ എനിക്ക് എന്താണെന്ന് അറിയോ, മടി പിടിക്കും. ഇപ്പൊ ആണെങ്കിൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ മൂഡിലാണ്. അപ്പൊ കുറച്ചത്തിന് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനേ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ഒരു വഴിയുണ്ട്. ചാറ്റ് ജിപിടിനോട് പറയാം, ചാറ്റ് ജിപിടി ഒരു 10-15 സീക്രട്ട് ആള് ചോദിക്കട്ടെ, ഞാൻ എന്നിട്ട് അതിന് ആൻസർ ചെയ്യാം. അതെങ്ങനെ ഐഡിയ? നല്ല ഐഡിയ അല്ലേ? അപ്പോ ഇന്നത്തെ ചാലഞ്ച് ഞാനും എന്റെ ചാറ്റ് ജിപിടിയും തമ്മിലാണ്. അപ്പോ ഒന്ന് നോക്കട്ടെ, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതുവരെ നീ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു ചെറിയ രഹസ്യം എന്താണ്? ആരോടും പറയാത്ത രഹസ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആരുടെങ്കിലും ഒക്കെ എന്തെങ്കിലും ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അല്ലാത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൂൾ പഠിക്കണ കാലത്ത്, മദ്രസ പഠിക്കണ കാലത്തൊക്കെ ഞാൻ എപ്പോഴും പുസ്തകം വായിക്കണോ, എഴുതണോ, പഠിക്കണോ പുസ്തകം തിന്നലാണ് ഞാൻ. അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതിനുള്ള റിസൾട്ടും ഉണ്ട് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, നല്ല മാർക്കൊക്കെ ഉണ്ടാവലുണ്ട്, കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ഒരു പഠിപ്പി എന്നുള്ള ലേബൽ എന്റെ തലയിൽ ഇങ്ങനെ കയറ്റി വെച്ച് തന്നിരുന്നു. അപ്പൊ ഇവർക്ക് ഒരു ധാരണ ഉണ്ട്, റബീബ കോപ്പി അടിക്കൂല, റബീബക്ക് കോപ്പി അടിക്കാൻ അറിയില്ല, റബീബ കോപ്പി അടിക്കത്തേ ഇല്ല എന്നുള്ളത്. പക്ഷെ റബീബ കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. +2 വരെ അടിച്ചിട്ടില്ല, കാരണം +2 വരെ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും പുസ്തകം തിന്നുകയാണല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ പഠിക്കണ കാരണം എഴുതാനൊക്കെ അറിയായിരുന്നു. അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് സഹായിക്കുമായിരുന്നു. പക്ഷെ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ സ്വഭാവവും എന്റെ ക്യാരക്ടറും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയി. അമ്മാതിരി പഠിപ്പ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പിന്നെ ഞാൻ പരീക്ഷന്റെ തലേന്ന് പുസ്തകം എടുത്ത് നോക്കി രാവിലെ എക്സാം എഴുതാൻ പോകുമ്പോൾ ചാറ്റ് ജിപിടി ഓപ്പൺ ആക്കണോ, ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കണോ, ആൻസർ പറഞ്ഞിരുന്നു, അതെന്താണെന്നുള്ളത് വായിച്ചു നോക്കിയിട്ട് അത് വെച്ച് കഥ അടിച്ചു വിടലായി കോളേജിൽ നിന്ന്. അപ്പൊ ചില കീ പോയിന്റ്സ് ഒന്നും കിട്ടാതാവും. ഞാൻ അപ്പുറത്തുള്ളവരതൊക്കെ ചോദിച്ച് എഴുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ വലുതായിട്ട് കോപ്പി അടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ സിമ്പിൾ ആയിട്ട് അടിച്ചിരുന്നു. പക്ഷെ അതുപോലെ എന്റെ കുടുംബക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓല മുന്നിൽ റബീബ് പഠിപ്പിയാണ്ട് റബീബ് കോപ്പി അടിക്കൂല, പക്ഷെ ഞാൻ കോപ്പി അടിച്ചിരുന്നു. അതൊരു ചെറിയ രഹസ്യമാണ്. നിനക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് തോന്നിയിട്ടുള്ള നിമിഷം ഏതാണ്? നമുക്ക് അയ്യേന്ന് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ, അതിപ്പോ ഏതാ? ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഞാന് +2 പഠിക്കുന്ന ഒരു കാലം, അതായത് ഞാൻ കണ്ണൂരിൽ നിന്ന് പോകുന്ന ഇവിടെ തമിഴ്നാട് സ്കൂളിലാണ് അന്ന് പഠിക്കുന്നത്. ഞാൻ +2 മാത്സ് ബയോളജി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. മാത്സ് ബയോളജി എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ മാത്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സയൻസ് ഇല്ലേ, അതിനിവിടെ മാത്സ് ബയോളജി എന്നാണ് പറയാ. അപ്പോ ഞങ്ങളുടെ മാത്സ് സാറ് ഒരു ദിവസം എന്ത് ചെയ്തു, ഞങ്ങളോട് പറഞ്ഞു മാത്സ് പോർഷൻ ഒക്കെ കഴിഞ്ഞു, റിവിഷൻ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഈ വീക്കെൻഡിൽ നമുക്ക് സൺഡേ സാറ്റർഡേ ക്ലാസ് വെക്കാന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ഞങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ക്ലാസ് വെച്ച്, അതായത് ഞങ്ങളുടെ മാത്സ് ബയോളജിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഞങ്ങൾക്ക് കുറച്ചു നേരം ക്ലാസ് ഒക്കെ എടുത്ത് സാർ എന്ത് ചെയ്തു, ഒരു അരമണിക്കൂർ ഇന്റർവെൽ തരാന്ന് പറഞ്ഞ് ഞങ്ങളെ കളിക്കാൻ വിട്ടും. അപ്പൊ ആരും ഇല്ലല്ലോ സ്കൂളിൽ, ഗ്രൗണ്ടിൽ ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രം. അപ്പൊ ഞങ്ങൾക്ക് എന്ത് വേണേലും ഇങ്ങനെ ജോളിയായിട്ട് കളിച്ചടക്കാലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് മതില് ചാടി കളിക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് മരങ്കേറികളായത് കാരണം ഒരു മതില് കയറുന്നു, സിമ്പിൾ ആയിട്ട് ചാടുന്നു, അതൊക്കെ ഒരു ഭയങ്കര സിമ്പിൾ ഹമ്പിൾ കാര്യം. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ കേറാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഞാൻ ഇറങ്ങൂല. എനിക്ക് ഭയങ്കര ഹൈ ഫിയർ ഉള്ള ഒരാളാണ്. അത് ഇച്ചിരി ആണെങ്കിൽ കൂടി ഞാൻ ഇറങ്ങൂല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഇവരെല്ലാരും നിർബന്ധിച്ചിട്ട് ഞാൻ മതിൽ എങ്ങനെയൊക്കെയോ കേറി, പിന്നെ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും താഴേക്ക് ചാടി. അപ്പൊ എനിക്കൊരു ഓവർ കോൺഫിഡൻസ്, റബീബ് ഒരു മതിലൊക്കെ കേറി ചാടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ കോൺഫിഡൻസിന്റെ ലെവൽ അങ്ങോട്ട് കൂടിയപ്പോഴേ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഞങ്ങളെ സ്കൂളിന്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ചെറിയ ഗേറ്റ് ആണ്. ഗേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുള്ളു പോലുള്ള ഗേറ്റ് ഉണ്ടാവില്ല, അതായത് ഇങ്ങനെ കൂർത്ത കമ്പികൾ ഇങ്ങനെ കമ്പിയുള്ള അങ്ങനത്തെ ഒരു ഗേറ്റ് ആണ്, ചെറിയ ഗേറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്താ കാട്ടണ വെച്ചാൽ ഈ ഗേറ്റും അങ്ങനെ കയറി നിന്ന് അപ്പുറത്തേക്ക് കാലിട്ട് അപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടുക. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മതില് ചാടി, എനിക്ക് ഈ ചെറിയ ഗേറ്റ് ഒക്കെ സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഗേറ്റ് കയറി അപ്പുറത്തോട്ട് ഇങ്ങനെ നിന്ന്. അപ്പൊ ഇതിങ്ങനെ കൂർത്ത് നിൽക്കുന്ന കമ്പിയാണല്ലോ. അപ്പൊ അന്നത്തെ എന്റെ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാല് ചുരിദാറിന്റെ ടോപ്പാണ്, പക്ഷെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ്, 2 സൈഡ് ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ്. ഈ ഒരു ടോപ്പിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഈ കമ്പിമേൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് ഒറ്റ ചാട്ടം താഴേക്ക്. പക്ഷെ ആ ചാടും ചെയ്തു, പക്ഷെ ഭൂമിയിൽ കാല് കുത്തിയതുമില്ല. തിരിഞ്ഞു നോക്കുമ്പോ ഈ കമ്പിമക്കൂടി എന്റെ ചുരിദാറിന്റെ ടോപ്പൊക്കെ കൂടി കുത്തി കീറി താഴേക്ക് വന്ന് മറ്റേ പഴക്കൊല തൂക്കിയിട്ട പോലെ നിൽക്കുന്നുണ്ട് ഞാന്.
എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ടെൻഷനായി ഓടി വന്ന് എന്നെ ഒക്കെ കൂടി പൊന്തിച്ച് പോലെ അതിന് നിന്റെ ടോപ്പൊക്കെ ഊരി നോക്കുമ്പോ പട്ടി വലിച്ച് കീറിയ പോലെ ഉണ്ടായിരുന്നു നിന്റെ ടോപ്പ് മൊത്തം കമ്പിമെന്ന് വലിഞ്ഞ് കീറിയിട്ടേ. അന്ന് ഞാൻ എല്ലാവരുടെയും നാണം കെട്ടിയില്ലേ. എന്നിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നെ നടുവിൽ നിർത്തിയിട്ട് ചുറ്റിനും ഇവര് നിന്നിട്ടാ നടക്കുന്നത്. കാരണം ചെക്കന്മാര് വേണ്ട നാണക്കേടില്ലേ. എന്നിട്ട് ക്ലാസ്സിലെത്തി സാർ എന്നോട് ബോർഡിൽ ഒരു സമ്മ എഴുതാൻ വേണ്ടി വിളിച്ച്, അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്. ഞാൻ നീച്ചില്ല, ഞാൻ പറഞ്ഞു ഞാൻ വരൂല, കാരണം ടോപ്പ് ബാക്കിൽ കയറിയത് കാണൂല ആൾക്കാര്. അന്ന് ഞാൻ വല്ലാണ്ട് നാണം കെട്ടുപോയി ഗൈസ്. ഒരാളോട് പറഞ്ഞ ഏറ്റവും വലിയ കള്ളം എന്തായിരുന്നു? അതിപ്പോ എന്താ ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞ കള്ളം? ഒരു കള്ളം എന്താ വെച്ചാൽ, ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉപ്പാനോട് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞ് പൈസ വയ്ക്കാൻ ഭയങ്കര മടി. ഉപ്പ പൈസ തരും, ഉപ്പ എനിക്കൊരു ബിരിയാണി കഴിക്കാൻ പൈസ വേണമെന്നാണ് ഉപ്പ തരും. പക്ഷെ എനിക്ക് അത് പറഞ്ഞിട്ട് പൈസ ചോദിക്കാൻ ഭയങ്കര മടിയാണ്. അതെന്താ അങ്ങനെയെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പൊ എനിക്ക് ആ പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കറക്റ്റ് ചോദിക്കും, ഉപ്പ എനിക്ക് ഇത് വാങ്ങാനാണ് പൈസ തരാൻ പറഞ്ഞാൽ തരും. അന്ന് പക്ഷെ എനിക്ക് ആ ഒരു മടിയുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു ബിരിയാണി തിന്നാൻ പൂതിയായാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം, എനിക്ക് അന്നാണ് ഈ ക്രേവിങ്സ് ആയിരുന്നു. എന്ത് സാധനം കണ്ടാലും തിന്നാൻ തോന്നുന്ന ഒരു ക്രേവിങ്സ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് ഉപ്പാനെ വിളിക്കും, ഉപ്പ എനിക്കിത് റെക്കോർഡ് വാങ്ങണം, പൈസ തരുമോന്ന്. ഇതന്നെ അടുത്ത ആഴ്ച ശരിക്കും റെക്കോർഡ് വാങ്ങേണ്ടപ്പോഴും വിളിക്കുമ്പോൾ ഉപ്പ ചോദിക്കും, ഇത് എത്ര റെക്കോർഡ് അജ്ജ് വാങ്ങണത് എന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ലൊട്ടിലൊടാക്ക് കള്ളം പറഞ്ഞിട്ട് ഇടക്ക് പൈസ വാങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കണ എന്റെ ഉപ്പ വെറുതെ അല്ല ഇങ്ങനെ കുറെ ബുക്കും പേനൊക്കെ വാങ്ങിക്കൂട്ടിയെന്ന് വിചാരിക്കണ്ടാവും. പക്ഷെ സോറി, എനിക്കത് ഇപ്പൊ ആലോചിക്കുമ്പോ റിഗ്രറ്റ് അടിക്കണ്ട. അന്ന് മര്യാദക്ക് ചോദിച്ച് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന്. അതൊക്കെ ഓരോ പ്രായത്തിൽ ഓരോ കാട്ടിക്കൂട്ടലല്ലേ. ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിച്ച കാര്യം എന്തായിരുന്നു? ചെയ്തിട്ട് പശ്ചാത്തപിച്ചാൽ ചെയ്യണ്ടില്ലായിരുന്നു തോന്നിയൊരു കാര്യം അത് തന്നെ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും, അന്ന് എന്തിനാ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടാ പൈസ വാങ്ങിയത്, അങ്ങനെ വാങ്ങിയിട്ട് ആ ഭക്ഷണം കഴിക്കേണ്ടില്ലായിരുന്നു, സത്യം പറഞ്ഞ് വാങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്നുള്ളത് ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് തോന്നും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പശ്ചാത്താപം വരും ചെയ്യുന്നു. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ആ പ്രായത്തിലുള്ളല്ലേ, എന്റെ ഉപ്പാനോടല്ല വാങ്ങിയത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വിട്ടുകളയും. അതുകൊണ്ട് ആരും ഇപ്പൊ അങ്ങനെ വാങ്ങരുത്, സത്യം പറഞ്ഞ് വാങ്ങി കഴിക്കുക. ചെയ്തിട്ട് ഇന്നുവരെ വീട്ടുകാർ അറിയാത്ത ഒരു കാര്യം എന്താണ്? വീട്ടുകാരറിയാത്ത കാര്യം, വീട്ടുകാര് അറിയാത്ത കുറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്താലും വീട്ടുകാരറിയും. പണ്ട് ഞങ്ങള് നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, ഞാൻ ചെറിയ കുട്ടിയാണ്, അപ്പൊ ഞാൻ ഒരു LP സ്കൂളിൽ പഠിക്കുന്ന സമയം, 4ാം ക്ലാസ് വരെയുള്ള LP സ്കൂളിൽ ഉണ്ടാവല്ലോ, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഉപ്പാക്ക് ഇഷ്ടമല്ല നമ്മളിങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമല്ല. ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും, ഡാൻസിന് കൂടണ്ട, വല്ല പാട്ടിനോ പ്രസംഗത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂടിക്കോ എന്ന് പറയും. ഞാനല്ലേ ആള്, ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആയ ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇന്നത്തെ പോലെ നമ്മൾ സ്വയം പഠിക്കുകയല്ല, പുറത്തുനിന്നൊരു സാറൊക്കെ വരും ഡാൻസ് പഠിപ്പിച്ചു തരാനോ മേക്കപ്പ് ഇട്ടുതരാനൊക്കെ ആയിട്ട്. അപ്പൊ ഈ സാറ് വരുന്ന സമയത്ത് ക്ലാസ്സിലെ ഫുള്ള് കുട്ടികളെയും കളിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് സാറ് സെലക്ട് ചെയ്യും കുറച്ച് കുട്ടികളെ, അതിന് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ ഫ്രണ്ടിലൊക്കെ നിർത്തും. അങ്ങനെയായിരുന്നു അന്ന് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നെ സെലക്ട് ചെയ്യും, എന്റെ ഫ്രണ്ടിലൊക്കെ നിർത്തും. അപ്പൊ എനിക്ക് ഭയങ്കര റെങ്കാണ്. അപ്പൊ ഞാൻ പറയൂല, എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ സമ്മതിക്കൂല, ഞാൻ ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ കൂടും. എന്നിട്ട് ഞാൻ ഇവരോട് പറയൂല. എന്നിട്ട് എന്റെ ഒരു ബലം അന്നത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്ന് ഇടുന്ന മാതിരി സിമ്പിൾ മേക്കപ്പ് അല്ല. അന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും, എന്നിട്ട് ഒന്നായിട്ട് കുമ്മായി അടിച്ചു വെച്ചിട്ട് ദിഗംബരനോട്ട് കണ്ണൊക്കെ എഴുതി അങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ഇട്ടത്. അപ്പൊ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ എല്ലാ കുട്ടികളൊക്കെ ഒരുപോലെ ആയിരിക്കും, പെട്ടെന്ന് മനസ്സിലാവില്ല ഇതിൽ നമ്മളെ കുട്ടി ഏതാണെന്നുള്ളതൊന്നും. അപ്പൊ പിന്നെ ആനുവൽ ഡേക്ക് എല്ലാവരും ഒരു എമൗണ്ട് എന്തായാലും ക്യാഷ് കൊടുക്കണം, അതായത് പരിപാടിക്കുള്ളവരും ഇല്ലാത്തവരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ടാത്തത് കൊണ്ട് ഞാൻ കഴിച്ചില്ലായി, അല്ലെങ്കിൽ ഞാനത് പോയി ചോദിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഡാൻസിന് കൂടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവര് എന്റെ സാധാരണ മക്കൾ എന്താ വിചാരിക്കുക, എന്റെ പരിപാടി കാണാൻ എന്റെ ഉപ്പയും ഉമ്മയും വരണമെന്നില്ല. ഞാൻ സമ്മതിക്കൂലല്ലേ, ഞാൻ പറയും ലൊട്ടിലോടാക്ക് പരിപാടിയാണ്, പരിപാടി കാണാനൊന്നും വരണ്ട. എന്നിട്ട് ഞാൻ ഇവരെ സമ്മതിക്കൂല എന്റെ പരിപാടിക്ക്, കാരണം ഇവര് വന്നു കഴിഞ്ഞാൽ ഞാൻ പരിപാടിക്കുള്ളത് ഇവര് കാണുമല്ലോ. എന്നിട്ട് ഞാൻ എന്റെ വീട്ടുകാരെ പരിപാടി കാണിക്കാൻ കൊണ്ടുപോകില്ല. അങ്ങനെയൊക്കെ ഞാൻ ഡാൻസ് കളിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, ഞാൻ 1 മുതൽ 4ാം ക്ലാസ് വരെയും ഡാൻസ് കളിച്ചിരുന്നു. അത് 4ഉം എന്റെ വീട്ടുകാർക്ക് ഇപ്പൊ അറിയായിരിക്കും അത്, അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ അറിയോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കഞ്ഞിപ്പുരയെ പോയി അവിടുന്ന് മറ്റേ എണ്ണയൊക്കെ എടുത്ത് മുഖമൊക്കെ തേച്ച് കഴുകി ഉരച്ച് മേക്കപ്പ് കളഞ്ഞിട്ടാ പോവുക. പക്ഷെ എങ്ങനെ കഴുകി കളഞ്ഞാലും കണ്ണിന്റെ അടിയിലെ കരിയും പിന്നെ ഇവിടെ എഴുതിയ ആ സാധനമൊക്കെ അത് അവിടെ തന്നെ അത്ര അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ വീട്ടുകാർ മനസ്സിലാവാത്തവർ അഭിനയിക്കുകയാണോന്നും അതും എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാരറിയാണ്ട്. ഒളിച്ചിരുന്ന് ചെയ്ത ഏറ്റവും വലിയ കുസൃതി എന്തായിരുന്നു? ഒളിച്ചിരുന്ന് ചെയ്ത ഏറ്റവും വലിയ കുസൃതിയോ, നൈറ്റിൽ ഫുഡ് കഴിക്കണത്. അത് സംഭവം എന്താ വെച്ചാല്, എല്ലാരും ഉറങ്ങി കഴിയുമ്പോ എനിക്ക് വയറ്റുന്നൊരു കാണല, എനിക്ക് അപ്പഴാ വിശക്കുക.
അത് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിരിക്കും കടന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അപ്പ വിശക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, പോയിട്ട് ചക്കപ്പൊരിയോ ചിപ്സോ അങ്ങനെ ഉണ്ടാക്കി തിന്നും. അതിൽ ഏറ്റവും വലിയ പൊട്ടത്തരം എന്താന്ന് ചോദിച്ചാൽ ആ ഉണ്ടാക്കാൻ പോണത് ഞാൻ വ്ളോഗ് എടുക്കും. എന്നിട്ട് ആ വ്ളോഗ് ഞാൻ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ഇതാണ് നാളെ എന്റെ ഉമ്മ ഇരുന്ന് കാണുന്നത്. എന്നിട്ട് ഇവരെന്നോട് ഇങ്ങനെ ചോദിക്കും, രാത്രി ആരാ റബിയ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എഗ്ഗിൽ ഒരു കുറവുണ്ടല്ലോ, ആരാ എഗ്ഗ് എടുത്തത്? ഞാൻ പറയും, ഞാൻ എടുത്തിട്ടില്ലല്ലോ. വ്ളോഗ് വരെ ഇട്ടിട്ട് പ്രൂഫ് സഹിതം ഇട്ടിട്ട് ചോദിക്കുമ്പോ ഞാൻ പറയും, ഞാൻ എടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഒളിച്ചിരുന്ന് ചെയ്ത് കുറച്ച് കുസൃതികളുണ്ട്. ഒരിക്കലെങ്കിലും പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ, പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കൂടെ ഉള്ളവരൊക്കെ വിചാരിച്ച് ഞാൻ കോപ്പി അടിക്കാറേ ഇല്ല എന്നാണ്. ഗൈസ്, ഞാൻ കോളേജിൽ പോയിട്ട് കോപ്പി അടിച്ചിരുന്നു. ഓക്കെ. ഏറ്റവും കൂടുതൽ പേടി എന്തിനെയാണ്? എനിക്ക് ഏറ്റവും കൂടുതലും പേടി എന്തിനാ അറിയോ? പാറ്റ, പല്ലി, പഴുതാര, പിന്നെ അതിന്റെ സ്പൈഡർ ഉണ്ടല്ലോ അത്. ഇത് 4 എനിക്ക് പേടിയാണ്. ഞാൻ ബാത്റൂമിലൊക്കെ കേറിയിട്ട് ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടും ഞാൻ. എനിക്ക് അത്രക്ക് പേടിയാണ്. പക്ഷെ ഇതിന്റെ അത്ര പേടി എനിക്ക് എന്തായാലും പട്ടീനെയോ പൂച്ചേനെയോ ആനേനെയോ പാമ്പിനെയോ ഒന്നും ഇല്ല. ഇതിലേറെ പേടിയാണ് എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളെ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലും പേടിയുള്ള സാധനം. അല്ലാണ്ട് റിയാലിറ്റിയിൽ വന്നിട്ട് ഒരു സീരിയസ് ആയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചതെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലും പേടി വാർദ്ധക്യം, വയസ്സാവണതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അയ്യോ, വയസ്സായാല് എന്താ പറയാ, ഓരോരുത്തർ ഇങ്ങനെ ഓരോ വാർത്തയും ഓരോന്നിങ്ങനെ കാണുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ, പ്രായമായി കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട്. അല്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങളെയാണ്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് പിന്നീട് വിഷമിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് അവള് ചെയ്യാത്തൊരു കാര്യമായിരുന്നു, പക്ഷെ ഞാനത് അവളാണ് ചെയ്തത് എന്ന് വിചാരിച്ച്, കാര്യമൊന്നും ഞാൻ പറയണില്ല, അവളാണത് ചെയ്തത് എന്ന് വിചാരിച്ച് ഞാൻ തെറ്റിദ്ധരിച്ച് അവളോട് കുറച്ച് ദിവസം ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാതെ. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ അതിലത്ര തെറ്റ് ചെയ്ത ആളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് വിഷമം വന്നു. അയ്യോ, ഞാൻ അത്രയൊന്നും അങ്ങോട്ട് പറയേണ്ടിയില്ലായിരുന്നു, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ തെറ്റി നടക്കേണ്ടിയില്ലായിരുന്നു അപ്പൊ എനിക്ക് തോന്നി. പിന്നെ കുഞ്ഞിലെ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കച്ചറയൊക്കെ വരുന്ന സമയത്ത് അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പതുക്കെ എന്ത് ചെയ്യും, ഞാൻ ചെയ്ത തെറ്റ് മെല്ലെ എൻ്റെ അനിയുടെ തലയ്ക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവൻ അടി വാങ്ങും. അപ്പോ അത് അവൻ സ്വന്തം സ്നേഹത്തോടെ സ്വയം വിചാരിച്ച് വാങ്ങണ അടിയും കൂടിയില്ല, ഞാൻ അവന് ഇട്ട് കൊടുത്തിട്ട് അവൻ വാങ്ങണ അടിയായിരുന്നു. അപ്പൊ അടിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ ആ ഒരു മൂലക്കിരുന്ന് കരയുമ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, പിന്നെ അയ്യോ പാവം, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷെ അത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, ഇത് അത്യാവശ്യം കോളേജ് പഠിക്കുമ്പോഴാണ് ഈ ഫ്രണ്ടിന്റെ ഒരു കാര്യം ഉണ്ടായത്. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ. ചെയ്തതിൽ ഏറ്റവും രസകരമായ അബദ്ധം എന്താണ്? ഏറ്റവും രസകരമായ അബദ്ധം, കുറെ അബദ്ധം അമ്മളെയും പറ്റിയിരിക്കണം. ഇതിപ്പോ രസകരമായത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒക്കെ ഉള്ളത്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മാത്സ് പഠിപ്പിക്കണം ഇതുപോലത്തെ ഒരു സാറുണ്ട്. മറ്റേത് +2 പഠിക്കുമ്പോഴായിരുന്നു, ഇത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാട്ടെ. ഈ സാറ് വേറെ സാറാണ്. അപ്പൊ ഈ സാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉപ്പാന്റെ പെങ്ങളെ, അതുപോലെ പെങ്ങളെ മക്കളെ, അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറെ പേരൊക്കെ പഠിപ്പിച്ചൊരു സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയം കൂടി സാറിന് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇതുപോലെ മാത്സ് കണക്ക് തന്ന് ഞാൻ എന്തോ തെറ്റിക്കോ എന്തോ ചെയ്തപ്പോ സാറിന് എന്തായി, ദേഷ്യം വന്ന് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. എന്നെ അങ്ങനെ വഴക്ക് പറയാത്തൊരു സാറായിരുന്നു, എന്നോട് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടായിരുന്ന ഒരു സാറായിരുന്നു. അപ്പൊ ആ സാറ് പെട്ടെന്ന് വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങള് സ്കൂളിലോട്ട് ഇങ്ങനെ പോകുമ്പോ, നടന്നു പോകുമ്പോ സാർ എന്ത് ചെയ്തു, ബൈക്ക് കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബാക്കിൽ നിന്നിട്ട് കൊഞ്ഞനെ ഇങ്ങനെ കുത്തി. അത് സാറ് കറക്റ്റ് ആ ഒരു മിറർ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല സാറത് മിറർ കൂടെ കാണുന്നുള്ളത്. ഞാൻ എന്നിട്ട് കൂളായിട്ട് നടന്നു പോയി. പിന്നെ സ്കൂളില് കയറി ചെന്നപ്പോ സാറുണ്ട് അവിടെ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കണം. എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് വാ. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന്, അപ്പൊ ഇങ്ങനെ സാറെ നോക്കി അങ്ങനെ കൊഞ്ഞനെ കുത്താൻ പാടു വെച്ചു. ഞാനിങ്ങനെ വിചാരിച്ചു സാറ് ഇതെങ്ങനെ പറഞ്ഞത്, അത് പറഞ്ഞ് സാറ് പോയി. ഒന്നും മിണ്ടിയില്ല സാർ, എന്നെ വഴക്ക് പറഞ്ഞില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല, സാർ മിണ്ടാതെ പോയി. പിന്നെ അന്നേ ദിവസം വൈകുന്നേരം സ്കൂള് വിടുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ. കാരണം ഞാൻ മനസ്സിൽ ചിന്തിക്കണം എന്താ വെച്ചാൽ സാറ് ഇതെങ്ങാനും സ്റ്റാഫ് റൂം പോയിട്ട് ടീച്ചേഴ്സിനോട് പറയും. പിന്നെ ഞങ്ങൾ ടീച്ചർമാരെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ പിന്നെ അന്ന് ആ ഒരു ക്ലാസ് മാറ്റി വെച്ച് ഫുള്ള് ഉപദേശിക്കും, ആ ആളങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പൊ എനിക്ക് ടെൻഷൻ, സാറെങ്ങാനും വന്നിട്ട് ടീച്ചേഴ്സിനോട് ഇത് പറയോ, ടീച്ചേഴ്സ് വന്നിട്ട് എന്നോട് ഇത് ചോദിക്കും. ഓരോ പീരീഡിൽ ഓരോ ടീച്ചർമാര് വരുമ്പോഴും എനിക്ക് പേടിയാ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ അന്ന് ക്ലാസ്സേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ദിവസം. അതേപോലെ ഇന്റർവെല്ലിനൊക്കെ ഇറങ്ങിയിട്ട് ടീച്ചർമാർ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനാണ്, ഇത് ചോദിക്കാനായിട്ട് വിളിക്കുകയാണോ എന്ന് വെച്ചിട്ട്. അന്നത്തോടുകൂടി മദ്യപിക്കണം സാറടുത്ത് കൊഞ്ഞനം കുത്തല്. അപ്പൊ അത് രസകരമായ അബദ്ധമാണെന്ന് വെച്ചാണ്, എന്നാൽ അത്ര രസമല്ല. നമ്മളങ്ങനെ അധ്യാപകർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ദിവസം അദൃശ്യമാകാൻ കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യുന്നത്?
ഒരു ദിവസം അദൃശ്യമാകാൻ കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന്. ഒരു ദിവസം അദൃശ്യമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഞാൻ എന്റെ റൂമിൽ അദൃശ്യമായിട്ടിരിക്കും. ഞാൻ എന്റെ അനിയത്തിന്റെ സാധനങ്ങൾ ഓരോന്ന് ഞാൻ ഇല്ലാത്തപ്പോ പെറുക്കിയെടുത്ത് കൊണ്ടുപോകണരുതുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു പറയും, ഞാൻ ഒന്നും എടുത്തിട്ടില്ലേ, ഞാൻ ഒന്നും കണ്ടിട്ടില്ലേ, ഓളൊന്നും കണ്ടിട്ടുണ്ടാവൂല. അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ ഈ റൂമിൽ ആദ്യം അദൃശ്യമായിട്ട് ഒളിഞ്ഞിരിക്കും. പിന്നെ എനിക്ക് കുറെ ആഗ്രഹമാണ് മമ്മൂട്ടിനെ കാണണം, മോഹൻലാലിനെ കാണണം, നമ്മളെ ദളപതി വിജയ് സാറിനെ കാണണം. അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അദൃശ്യമല്ലാതെ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റികളൊന്നും ഉള്ളിലേക്ക് കയറ്റൂലല്ലോ. അപ്പൊ ഞാൻ അദൃശ്യമായിട്ട് പറക്കാനുള്ള ഒരു കഴിവും കൂടി തന്നു കഴിഞ്ഞാൽ പറന്ന് ഞാൻ വിലക്കെ പോയി കണ്ടിട്ട് വരും. പിന്നെ റൊണാൾഡോനെ, മെസ്സിനെ അദൃശ്യമായിട്ട് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോക്കിന് അടുത്ത രാജ്യത്തൊക്കെ എത്താൻ പറ്റുകയാണെങ്കിൽ എന്ത് സുഖേനില്ലേ. ഞാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അദൃശ്യമാകാൻ പറ്റിയ ചെയ്യാം. ജീവിതത്തിൽ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ചോദിച്ചാൽ എന്താ പറയുക? ജീവിതത്തില് വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം, അതായത് ചെയ്തിട്ട് പിന്നെ ചെയ്യണ്ടെന്ന് തോന്നുന്നതാ 10ാം ക്ലാസ്സിന്റെ എക്സാം. 10ാം ക്ലാസ് എനിക്ക് ഇഷ്ടമാണ്, അവിടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ 10ാം ക്ലാസ്സിലെ പഠിക്കലും തന്നെ കൊണ്ടാവൂല മക്കളെ. എന്തോരം കഷ്ടപ്പെട്ടിക്കണെന്ന് അറിയോ. അതുകൊണ്ട് 10ാം ക്ലാസ് എക്സാമിലോട്ട് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ സ്കൂൾ ലൈഫിലോട്ട് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ലജ്ജ തോന്നിയ നിമിഷം ഏതായിരുന്നു? ജീവിതത്തില് ഏറ്റവും ലജ്ജ തോന്നിയ നിമിഷം, ലജ്ജ മീൻസ് ഇതല്ലേ നമുക്ക് റിഗ്രറ്റ് ചെയ്യാ, അല്ല അങ്ങനത്തെ ഒരു സാധനല്ലേ. ഞാന് കോളേജ് പഠിക്കണ കാലത്ത് എനിക്കൊരു 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പം എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് പഠിക്കാന്നുള്ളത്. ഞാൻ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പൊ ഉപ്പ എന്നോട് പറഞ്ഞ്, മോളെ ഇപ്പൊ ഉപ്പാക്ക് കുറച്ച് തിരക്കാണ്, ഒന്ന് സെറ്റായി കഴിഞ്ഞൊക്കെ ഒന്ന് ഫ്രീ ആവുമ്പോ ഉപ്പ ഗ്രൗണ്ട് കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ലൈസൻസ് എടുക്കാറുണ്ട്. എനിക്ക് അതിനൊന്നും നേരല്ല, എനിക്ക് ഇപ്പൊ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. അങ്ങനെ ഞാൻ വാശി പിടിച്ചപ്പോ ഉപ്പ പറഞ്ഞു, ശരി എന്നാ പോയിക്കോ, പോയിട്ട് ഡ്രൈവിംഗ് പഠിച്ചു, കുഴപ്പമില്ലാണ്ട്. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി ചേർന്ന് എന്നും രാവിലെ ഡ്രൈവിങ്ങിനൊക്കെ പോയി ഏകദേശം ഒരു 90,000 ഉറുപ്പിയാണ് എന്റെ ഡ്രൈവിങ്ങിന് വേണ്ടി ഉപ്പ ചെലവാക്കിയ പൈസ. അങ്ങനെ അന്ന് എന്തോ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ ടൈറ്റ് ഉള്ള സമയത്താണ് ഉപ്പ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് വിട്ടതും. അങ്ങനെ ഞാൻ പോയി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച്, അപ്പൊ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഏകദേശം ഓക്കെ ആയി. പക്ഷെ താഴെയുള്ള ബ്രേക്ക്, ക്ലച്ച്, ഇതിന്റെ ഒക്കെ ഒരു പിന്നെ വേറെ ഒന്നായി പഠിപ്പിക്കണ ആളടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ മൂപ്പരും ഏകദേശം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുമ്പോൾ മൂപ്പർ അവിടെ കൺട്രോൾ ചെയ്യണത് കാരണം എന്റെ വിചാരം എന്താന്ന് വെച്ചാൽ ഞാൻ പ്രോമാക്സ് ഡ്രൈവർ ആയി എന്നുള്ളതാണ്. ഇപ്പൊ 15 ദിവസമൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉപ്പാനോട് പോയിട്ട് പറഞ്ഞു, ഉപ്പ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു, നാളെ മുതൽ വണ്ടി എടുക്കല്ലേ, പോവല്ലേ, ഞാൻ ഓട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉപ്പ പറഞ്ഞ്, അത് എനിക്കും കൂടി ഒന്ന് ബോധ്യം ആവണല്ലോ, ഇതിപ്പോ എന്താണ് എന്റെ ലെവൽ എന്നുള്ളത്. അതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഫുട്ബോളൊക്കെ കളിക്കണേ, അപ്പൊ ആ ഗ്രൗണ്ട് പോവാ, എന്നിട്ട് അവിടെ നിന്ന് ഒരു റൗണ്ട് ഓട്ടിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ ഞാനും ഉപ്പയും എന്റെ അനിയൻ അന്ന് വരെ വണ്ടി ഓട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. അങ്ങനെ ഞങ്ങൾ 3 കൂടി രാവിലെ സുബീക്ക് നീച്ച് ഒരു ഏകദേശം ഒരു വെളിച്ചൊക്കെ വന്ന സമയമായപ്പോ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി. അങ്ങനെ ഉപ്പ നേരെ വണ്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഫുട്ബോൾ കളിക്കണ അവിടുത്തെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റിന്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി. ഉപ്പ എന്നോട് പറഞ്ഞ്, ഇങ്ങനെ പുറത്തൊക്കെ തലയിട്ട് നോക്കുകയൊന്നും ചെയ്യരുത്, ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, അവിടെ ഒരു കണ്ണാടി ഉണ്ട്, ഈ 3 കണ്ണാടിയും കൂടി നോക്കിയിട്ട് നീ ഈ പോസ്റ്റിൽ നിന്ന് റിവേഴ്സ് എടുത്ത് കറക്റ്റ് ആ പോസ്റ്റിന്റെ അവിടെ കൊണ്ടുപോയി നിർത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സിമ്പിൾ, ഈ പോസ്റ്റിന്ന് ആ പോസ്റ്റിക്കൊക്കെ റിവേഴ്സ് എടുക്കാൻ ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണോ, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഉപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്ത് കൊണ്ടുപോയി വെച്ച് ഞാൻ ഇറങ്ങി നോക്കുമ്പോ കറക്റ്റ് ആ പോസ്റ്റിന്റെ നടുവിൽ എന്റെ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ വണ്ടി ഓട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉപ്പ എന്നോട് പറഞ്ഞു, വണ്ടിയൊക്കെ നീ ഓട്ടി കറക്റ്റ് കൊണ്ടുവച്ചു, നീ ഓട്ടിയ ഓട്ടോ ഒന്ന് നോക്കുന്നത്. അപ്പൊ എന്താ ഗ്രൗണ്ട് കൂടെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് ഞാൻ പോയി എത്തിയത്. അപ്പൊ ഉപ്പ എന്നോട് പറഞ്ഞു, ഇത് റോട്ടിലായിരുന്നെങ്കിൽ നീ എത്ര എണ്ണത്തിന് ഇടിച്ചിട്ടിട്ടുണ്ടാവുമായിരുന്നു പറഞ്ഞു. അങ്ങനെ ഉപ്പ എന്ത് ചെയ്ത് തിരിച്ച് വണ്ടി അതേ പൊസിഷനിൽ കൊണ്ടേ വെച്ചിട്ട് എന്റെ അനിയനോട് ചോദിച്ചു, നീ ഓട്ടോ ചോദിച്ചു. ഉപ്പാക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ചില കാര്യങ്ങൾ, നമുക്ക് പേടിയുള്ള പല കാര്യത്തിലും ഉപ്പ എന്ത് ചെയ്യും, ചെയ്തു നോക്കാനോ അല്ലെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് ഉപ്പ ഒരു അവസരം കൊടുക്കും. ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യനാ. അപ്പൊ ഉപ്പ ഓനോട് ചോദിച്ചു, ഈ ഓട്ടോ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞാ ഞാൻ ഓട്ടുന്നേ. അങ്ങനെ ഇവൻ കയറി. അപ്പൊ ഞാൻ ഇങ്ങനെ മൂക്കത്ത് ഇങ്ങനെ വിരലും വെച്ചിരിക്കണം, ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ 10 ദിവസം പോയി, എനിക്ക് എന്നെ ഓട്ടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പൊട്ടൻ എന്ത് കാട്ടാനാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വിചാരിക്കും ചെയ്തു, മിക്കവാറും ഇവിടുന്ന് പോകുമ്പോക്കിനും വണ്ടിമേൽ മിക്കവാറും ഉപ്പാക്ക് ഒരു 10-15,000 പണിയും കൂടി എടുക്കേണ്ടി വരുന്നത്. ഇവ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെ വണ്ടി ഓട്ടിച്ചിട്ടില്ല. വല്ലപ്പോഴും എനിക്ക് വണ്ടിനോട് ഭയങ്കര ഭ്രാന്താണ്. അപ്പൊ വല്ലപ്പോഴും പോകുമ്പം ഇവൻ
ഇവന് 18 വയസ്സാവാത്ത തന്നെ ഉപ്പാക്ക് വണ്ടി അവന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്ക് ഉപ്പ ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ അതൊന്ന് തിരിക്കാനും ഗിയർ മാറ്റാനൊക്കെ ഒന്ന് സമ്മതിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒട്ടിലൊടാത്ത കാര്യം ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇവന് ഇതുവരെ വണ്ടി ഓടിക്കില്ല. ഇവന് ഇവിടുന്ന് കറക്റ്റ് എടുത്ത് കറക്റ്റ് പോയിട്ട് കറക്റ്റ് അവിടെ നിർത്തി ഇറങ്ങി പക്ക പെർഫെക്റ്റ്. അത് കണ്ടിട്ട് എനിക്കിങ്ങനെ നാണക്കേട് എന്നുള്ള മാതിരി ആയിട്ടോ. അപ്പൊ ഞാൻ അവനോട് പോയിട്ട് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് മെല്ലെ പോയിട്ട് ചോദിച്ചു, അല്ല ഇജ്ജ് ഇത് എങ്ങനെ എപ്പോഴാ പഠിച്ചത്, ഞാൻ കാണാതെ ഇജ്ജ് ഡ്രൈവിംഗ് പഠിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ല കുഞ്ഞാത്ത, ഞാൻ എപ്പോഴും ഈ നടുവിലിരിക്കണേ നിങ്ങൾ ഇതിന്റെ കുറ്റം പറഞ്ഞു, ഞാൻ ഈ നടുവിലിരുന്നിട്ട് ഉപ്പച്ചി എന്തൊക്കെയാ കാണിക്കണത്, ഉപ്പച്ചി എന്താ ചെയ്യണം എന്നൊക്കെ വളരെയധികം ദീർഘമായി വീക്ഷിച്ചിട്ടാണ് ഇവൻ ഇത് ചെയ്തത് എന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്ത്, എവിടേക്കെങ്കിലും വണ്ടി തന്നു വിടുമ്പോ ലൈസൻസ് ഇല്ലാത്ത ഇവനെ ഓട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവനെ ഇപ്പുറത്ത് ഇരുത്തിയിട്ട് ഇന്നെ ഇവിടെ ഇരുത്തും. എന്നിട്ട് ഉപ്പച്ചി പറയും ഇപ്പോൾ ഓട്ടണത് ഇജ്ജ് നോക്കണം, എന്നിട്ട് ഇജ്ജ് പഠിപ്പിച്ചു കൊടുക്കണത്. 10-15 ദിവസം 10,000 ഉറുപ്പിക മുടക്കി ഡ്രൈവിംഗ് പഠിച്ച ഇന്നെ ഒന്നും പഠിക്കാത്ത ഇവന് ഡ്രൈവിംഗ് പഠിപ്പിച്ചപ്പം എനിക്ക് ലജ്ജ, വല്ലാത്ത ലജ്ജ തോന്നി എനിക്ക്. അതൊരു വല്ലാത്ത ഇൻസിഡന്റ് ആയിരുന്നു. അതാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ലജ്ജ തോന്നിയ നിമിഷം. എല്ലാവരും തെറ്റായി മനസ്സിലാക്കുന്ന നിന്റെ ഒരു സ്വഭാവം. എല്ലാവരും തെറ്റായി മനസ്സിലാക്കണം എന്റെ ഒരു സ്വഭാവം. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളത്. അതായത് നിങ്ങൾക്കൊന്നും അത് മനസ്സിലായില്ല, കാരണം ഞാൻ ഇവിടെ വന്ന് വളന്ന് സംസാരിക്കണുണ്ട്. പക്ഷെ അതിന് മുന്നേ കുറെ ഫ്രണ്ട്സ് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര പാവാണ്, ഞാൻ മിണ്ടൂല, വായില് വിരലിട്ടാ കടിക്കൂല, ഞാൻ ഒന്നും പറയൂല, എനിക്ക് ജാടയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കുറെ ഫ്രണ്ട്സ്. അത് ഞങ്ങള് പിന്നെ കമ്പനിയായി, ഞാൻ വളനെ സംസാരിച്ച് ഞങ്ങൾ പക്ക ഭയങ്കര കമ്പനി ആയപ്പോ ഇവര് എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു ഭയങ്കര ജാടയാണ്, അങ്ങനെ വർത്താനൊന്നും പറയാത്ത കൂട്ടത്തിലാണ്. പക്ഷെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്, എക്സ്ട്രീം ലെവൽ എക്സ്ട്രോവേർട്ട് ആണ് പറഞ്ഞത്. അത് കുറെ പേര് മനസ്സിലാക്കി തെറ്റിദ്ധാരണയാണ്. ഈ അടുത്തിന്റെ ഒരു സീനിയർ പോലും വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി ഞാൻ അറിഞ്ഞില്ല ചിമ്മാതിരി ഒരു വായാടി ആയിരുന്നു എന്നുള്ളത്, അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നാ പിന്നെ കോളേജിൽ നിന്ന് റാഗ് ചെയ്യാതെ വിടൂലായിരുന്നു. ഞാൻ വിചാരിച്ച അന്ന് ഒരു പാവം കുട്ടിയാണെന്ന്, അതുകൊണ്ട് വെറുതെ വിട്ടതേനു, അതിന് ഞാനിപ്പോ റിഗ്രറ്റ് ചെയ്യണു എന്നൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കുറെ പേര് വിചാരിക്കണത് ഞാൻ അങ്ങനെ ഒന്നും മിണ്ടൂല, ഞാൻ പാവാണ് എന്നൊക്കെയാണ്. അത്ര പാവൊന്നുമില്ല, ഞാൻ അത്യാവശ്യം നല്ലോണം മിണ്ടും. എന്നെ ആരെങ്കിലൊക്കെ ചീത്ത പറഞ്ഞാൽ നാളെ തിരിച്ച് ചീത്തയൊക്കെ പറയാനൊക്കെ ഒരിതുള്ള കുട്ടിയൊക്കെയാണ്. ഞാൻ അത്ര പാവൊന്നുമല്ല. അത് കുറെ പേര് മനസ്സിലാക്കി തെറ്റിദ്ധാരണയുള്ളൊരു സ്വഭാവമാണ് എന്റേത്. ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ പേര് പറയണമെന്നില്ല. അയ്യടാ, പേര് പറയേണ്ടതില്ല, ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ മതിന്ന്. ക്രഷ് തന്നെ എനിക്ക് ഇവലോടൊക്കെ തോന്നിക്കണേ, നമ്മളെ മറ്റേ പഴയ സീരിയൽ ഉണ്ടാവല്ലോ, മറ്റേ മൗനസമ്മതം സീസൺ 3, പിന്നെ നാഗകന്യക, അതിലൊക്കെയുള്ള ഹിന്ദി സീരിയൽ നടന്മാരോട് എനിക്ക് ക്രഷ് തോന്നിക്കണേ. കാരണം കുറച്ച് നല്ല ഹൈറ്റ് ഒക്കെ ആയി, കുറച്ച് ജിമ്മും ബോഡിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ കാണുമ്പോൾ പണ്ട്. ഇപ്പൊ അങ്ങനത്തെ തോന്നില്ല, ഇപ്പൊ ഞാൻ സീരിയലൊന്നും കാണാറില്ല. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ക്രഷ് തോന്നിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് റബീബ. അപ്പൊ ഗൈസ്, ChatGPTക്ക് ചോദിക്കാനുള്ള സീക്രട്ടുകളൊക്കെ കഴിഞ്ഞു എന്നാണ് പറയണത്. ഓൾമോസ്റ്റ് ചോദിച്ച എല്ലാത്തിനും ഞാൻ ആൻസർ ചെയ്തിക്കണേ. ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടി സീക്രട്ടുകൾ. അതും എല്ലാവരോടും പറയാത്ത സീക്രട്ട് ഒന്നല്ല, കുറെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ രസകരമായിട്ടുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ആൻഡ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ കൂടെ തുടരാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്